ഇന്നത്തെ എഡിറ്റോറിയൽ ഡീൽ ചെയ്യുന്നത് ഇൻഫ്ലേഷനെക്കുറിച്ചും ഇൻഫ്ലേഷൻ റേറ്റിനെക്കുറിച്ചും അതിൻ്റെ ഇൻക്രീസും എക്കോണമീൻ്റെ കറൻറ്റ് സ്റ്റേറ്റസും എന്തൊക്കെ രീതിയിൽ കോഷ്യസ് ആവണം എന്നതൊക്കെയാണ്. അപ്പോൾ ഈ ട്രെഡ് കെയർഫുള്ളി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ബി കോഷ്യസ്, ബി വിജിലൻ്റ് എന്നതാണ്. പ്രൈസ് ഗ്രോത്ത് ട്രെൻഡ്സ് നീഡ് ടു ബി വാച്ച്ഡ് ക്ലോസ്ലി ബിഫോർ റേസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇൻട്രസ്റ്റ് റേറ്റ്സ് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് പ്രൈസ് ഗ്രോത്തിൻ്റെ ട്രെൻഡ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് എഡിറ്റോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യസ് ലേറ്റസ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റയെ കുറിച്ചാണ്. ഇന്ത്യൻ്റെ ലേറ്റസ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റയിൽ 2 ചോയ്സസ് ആണുള്ളത്. ഒന്ന്, വെദർ ടു റെസ്പോണ്ട് ടു ദ ലേറ്റസ്റ്റ് ആക്സലറേഷൻ ഇൻ റീറ്റെയിൽ പ്രൈസ് ഗെയിൻസ് ടു 5-month ഹൈ വിത്ത് മോർ സൈസബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ഓർ പോസ് ദി മോണിറ്ററി ടൈറ്റനിങ് സോ ആസ് ടു അലോ ഫ്രജൈൽ ഗ്രോത്ത് ടു ഗെയിൻ മോർ ട്രാക്ഷൻ. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ കൂടുതലാണെന്ന് സമ്മതിക്കുക. കാരണം ഒരുപാട് നാളുകളായിട്ട് 5 മാസമായിട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 5 മാസത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ റേറ്റാണ്, പണപ്പെരുപ്പത്തിൻ്റെ റേറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവശ്യ സാധനങ്ങളുടെ വിലയുടെ വർധനവ് അതിഭീകരമായിട്ട് ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ അതിൽ 2 രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതാരാണിത് റെഗുലേറ്റ് ചെയ്യേണ്ടത്? പണപ്പെരുപ്പം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെൻട്രൽ ബാങ്ക് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്നാണ് പറയുക. ഏതിന്? ഈ റേറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്നത്, പോളിസി നിരക്കുകൾ ഇൻക്രീസ് ചെയ്തിട്ട് പണപ്പെരുപ്പത്തെ കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ടു റെഗുലേറ്റ് ഇൻഫ്ലേഷൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ പോളിസി റേറ്റുകൾ കൂട്ടുകയാണോ നമ്മൾ വേണ്ടത്? അല്ല, ഇപ്പോൾ തൽക്കാലം ഈ പറഞ്ഞ ടൈറ്റനിങ് ലൂസാക്കിയിട്ട്, ഇതിന് ടൈറ്റനിങ് എന്നാണ് പറയുക. കാരണം പോളിസി നിരക്കുകൾ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ സപ്ലൈ കുറക്കാനാണ് പോളിസി നിരക്കുകൾ കൂട്ടുന്നത്. ഈ പണപ്പെരുപ്പം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? സമൂഹത്തിൽ അല്ലെങ്കിൽ എക്കോണമിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൈസയുടെ മണി സപ്ലൈൻ്റെ തോത് കുറക്കും. മണി സപ്ലൈ കുറക്കുകയാണ് ചെയ്യുക. അത് നിരക്കുകൾ വർദ്ധിപ്പിക്കും. അപ്പോൾ മണി സപ്ലൈ ചെയ്യുന്നത് എക്കോണമിയിലും ബാങ്കുകളിലും അതുപോലെ തന്നെ ആൾക്കാരിലൊക്കെ സപ്ലൈ ചെയ്യുന്ന മണിയുടെ അളവ് കുറയും, പൈസയുടെ അളവ് കുറയും. അതാണ് ഈ പറഞ്ഞ നോർമൽ സിനാരിയോയിൽ ഈ പറഞ്ഞ റെഗുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാവുമ്പോൾ എന്ത് പറ്റും? കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എക്കോണമി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ ടൈറ്റൻ ചെയ്ത് എന്ത് പറ്റും? ഗ്രോത്ത് താഴെ പോകും. ഏതെങ്കിലും രീതിയിൽ ഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് താഴെ പോകും. അപ്പോൾ എന്ത് ഓപ്ഷനാണ് സെൻട്രൽ ബാങ്കിനുള്ളത്? ഒന്നുകിൽ പോളിസി നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഈ പറഞ്ഞ പണപ്പെരുപ്പം എന്ന് പറഞ്ഞ പ്രശ്നം, മണി സപ്ലൈ മെല്ലെ കുറക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? തൽക്കാലം ഇതിൻ്റെ ഗ്രോത്ത് വളരെ കെയർഫുള്ളി വാച്ച് ചെയ്തിട്ട് എത്രമാത്രം പൈസയുടെ വർധനവ് കൂടും അല്ലെങ്കിൽ ഈ പണപ്പെരുപ്പത്തിൻ്റെ വർധനവ് കൂടും എന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് തൽക്കാലം ഈ പറഞ്ഞ മോണിറ്ററി ടൈറ്റനിങ് പോളിസീസ് ഒഴിവാക്കണം. അതായത് ഗ്രോത്തിനെ കൂടുതൽ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, വളർച്ചാ നിരക്ക് കുറയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഈ പ്രീ കോവിഡ് ലെവൽ ഒക്കെ കോൺഫിഡൻസ് ആവുന്നത് വരെ, ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ എക്കോണമിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാവുന്നത് വരെ എന്ത് ചെയ്യണം? അധികം പോളിസി നിരക്കുകളൊന്നും വർദ്ധിപ്പിക്കാതെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഈ 2 ചോയ്സസാണ് ഉള്ളത്. ഏതൊക്കെ സാധനങ്ങൾക്ക് പൈസ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പറയുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വെജിറ്റബിൾസ് ആൻഡ് സീരിയൽസ് വർ ബിഗ്ഗസ്റ്റ് കൾപ്രിറ്റ്സ് വിത്ത് ദ പ്രൈസസ് ഓഫ് ദ ഫോമർ സർജിങ് 18% ഫ്രം എ ഇയർ ഏർലിയർ ആൻഡ് റൈസിങ് എ സബ്സ്റ്റാൻഷ്യൽ 2.6% ഫ്രം ദ പ്രിസീഡിംഗ് മന്ത്. 18% എന്താ പറയുക, പച്ചക്കറികൾക്ക് വില കൂടിയെന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും. 2.6% കഴിഞ്ഞ മാസത്തെക്കാളും കൂടിയത്. അത് എത്രമാത്രം എന്താ പറയുക ഭീകരമായിട്ടുള്ള വളർച്ചയാണെന്ന് ആലോചിച്ച് നോക്കിയ പൈസയുടെ ഇങ്ങനെയുള്ള കാര്യത്തിലെ വിലയുടെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. സ്റ്റേപ്പിൾ ഗ്രെയിൻസ് ഇൻക്ലൂഡിംഗ് റൈസ്, വീറ്റ് ക്ലൈംബ്ഡ് 11.5% ഫ്രം സെപ്റ്റംബർ 2021 ആൻഡ് ഇൻക്രീസ് 2% ഫ്രം ദ ഓഗസ്റ്റ് ലെവൽസ്. ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ പറഞ്ഞ റീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷന്, ഇപ്പം വെജിറ്റബിൾസ്, സീരിയൽസ്, വീറ്റ് അങ്ങനെയുള്ള കോമ്മോഡിറ്റീസിനൊക്കെ പൈസ കൂടിയിട്ടുണ്ട്. അവസാനം വന്ന മൺസൂണിൻ്റെ അറ്റത്തെ അതിഭീകരമായ മഴ പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ലോസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹോൾസെയിൽ പ്രൈസും കൂടാൻ ഇടയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അതൊക്കെ അവിടെ മാറ്റി നിർത്തുമ്പോഴും നമുക്ക് വേറൊരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഡിപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുന്നത്. ഇപ്പം മാർച്ച് 2023 ആകുമ്പോഴത്തേക്ക് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്ന $1 85 രൂപയാവണമെന്നാണ്. അങ്ങനെ ഒരു അലാമിംഗ് ആയിട്ടുള്ള കാര്യം കൂടി ആ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ എന്താണ്? ഒരു നെറ്റ് കമ്മോഡിറ്റി ഇമ്പോർട്ടർ ആണെന്നാണ് പറയുന്നത്. നെറ്റ് കമ്മോഡിറ്റി ഇമ്പോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ ഡോളറിൽ കൊടുത്ത് സാധനം മേടിക്കുന്ന രാജ്യമാണ് പൊതുവേ. ഇപ്പോൾ ഓയിലാണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും പൊതുവേ എക്സ്പോർട്ട് കൂടുതലായി കഴിഞ്ഞാലാണ് നമുക്ക് ലാഭം. എക്സ്പോർട്ട് എക്സീഡിങ് ദാൻ ഇമ്പോർട്ട്. അങ്ങനെയല്ലൊരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. നമ്മളൊരു നെറ്റ് കമ്മോഡിറ്റി ഇമ്പോർട്ടറാണ്. അത് കാരണവും എന്താണ്? പണപ്പെരുപ്പം കൂടും. അപ്പോൾ ഇന്ത്യൻ എന്താണ് വിളിക്കുന്നത്? നെറ്റ് കമ്മോഡിറ്റി ഇമ്പോർട്ടറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇറക്കുമതിയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഡോളറിന് വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ പണ്ട് 6 വർഷം മുമ്പ് 60 രൂപ വെച്ചൊരു സാധനം ഒരു ഡോളറിന് മേടിക്കുന്നതിന് പകരം
$1 വിലയുള്ളൊരു സാധനം ഇപ്പോൾ വാങ്ങണമെങ്കിൽ 85 രൂപ കൊടുക്കണം. അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഗ്രോത്ത് കൂടണമെങ്കിൽ എന്താണ്? മണി സപ്ലൈ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ ചെറിയ ഇൻഫ്ലേഷൻ, ഇപ്പോൾ മൈൽഡ് ഇൻഫ്ലേഷൻ എന്തിന് കാരണമാവുമെന്നാണ് പറയുന്നത്? എംപ്ലോയ്മെൻറ്റിന് കാരണമാവും, ഗ്രോത്ത് ഇൻഡ്യൂസ് ആവും, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ആ തിയറിക്കൊരു പ്രശ്നമുണ്ട്. കാരണം ചെറിയ ലെവലിൽ മാത്രമേ കൂടാൻ പാടുള്ളൂ. നേരെ മറിച്ച് ഹൈ എമൗണ്ട് ഓഫ് ഇൻഫ്ലേഷൻ എന്തിന് കാരണം ഉണ്ടാക്കും? എക്കോണമിക്ക് ഡിസ്റപ്ഷൻ ഉണ്ടാക്കും. അപ്പോൾ സാധാരണഗതിയിൽ RBI ചെയ്യേണ്ട പോളിസി നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്ത് പണത്തിൻ്റെ സപ്ലൈ കുറക്കുന്നതിന് പകരം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? റിഫ്രെയിൻ മൊമെൻ്ററിലി ഫ്രം റേസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ടിൽ ദ ഫോഗ് ഓഫ് അൺസർട്ടനിറ്റി ലിഫ്റ്റ്സ് ആൻഡ് എ ക്ലിയറർ പിക്ചർ ഓഫ് പ്രൈസ് ആൻഡ് ഗ്രോത്ത് ട്രെൻഡ്സ് എമർജസ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നുള്ള കാരണങ്ങൾ കൊണ്ട് പൈസ കൂടുന്നതാണെങ്കിൽ വെറുതെ ഇത് റെഗുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തൽക്കാലം റിഫ്രെയിൻ ചെയ്യുക പറഞ്ഞാൽ തൽക്കാലം ആ കാര്യത്തിൽ നിന്ന് എബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ, ചെയ്യാതിരിക്കാൻ, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയൊന്നും ചെയ്യാതെ വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഈ അൺസർട്ടനിറ്റി, ഈ ഒരു ക്ലാരിറ്റി കുറവ് മെല്ലെ മാറും. അപ്പോൾ ആ മാറിക്കഴിഞ്ഞതിന് ശേഷം ഉചിതമായൊരു തീരുമാനം എടുക്കാനാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, ഈ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു കാര്യം പറയും, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്കോണമിയായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ 1 മിനിറ്റ് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് എടുക്കുന്നത്. ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ RBI മോണിറ്ററി പോളിസി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും എല്ലാ എഡിറ്റോറിയലും കേൾക്കുന്നവർക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ റിപ്പോ റേറ്റിൻ്റെ കാര്യം പറയും. ഇപ്പോൾ നമ്മൾ പോളിസി റേറ്റ് വർദ്ധിപ്പിക്കുന്നു, അതാണ് പണപ്പെരുപ്പം കുറക്കാനുള്ള ഒരു മെഷർ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ പോളിസി നിരക്കുകൾ വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് രീതിയിൽ വ്യത്യാസം വരുന്നു എന്നുള്ളത് 1 മിനിറ്റ് കൊണ്ട് പറയാം. അതായത് പോളിസി റേറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ, ഇപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI മറ്റ് ബാങ്കുകൾക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ ലോണിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. അപ്പോൾ ആ റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ എങ്ങനെ മണി സപ്ലൈ കുറയുമെന്ന് നമുക്ക് നോക്കാം. റിപ്പോ റേറ്റ് കൂട്ടുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ പറയാം, റിപ്പോ റേറ്റ് എന്ന് പറയുന്ന സാധനം കൂട്ടുകയാണ്. അപ്പോൾ റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പണപ്പെരുപ്പം കൂടുതലാണ്, അതുകൊണ്ടാണ് റിപ്പോ റേറ്റ് കൂട്ടുന്നത് പറഞ്ഞത്. മോണിറ്ററി പോളിസി കമ്മിറ്റി, MPC എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? റിപ്പോ റേറ്റ് കൂട്ടുന്നത്, മോണിറ്ററി പോളിസി കമ്മിറ്റി. അപ്പോൾ ഈ റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ബാങ്കുകൾ, RBI എന്ത് ചെയ്യും? ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന റേറ്റാണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പോ റേറ്റ് കൂട്ടിയാൽ സാധാരണഗതിയിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ വാങ്ങുന്ന ലോണല്ലേ ഇതിപ്പം ഫോർ എക്സാമ്പിൾ 6% എന്നുള്ളത് 8% ആക്കി എന്ന് വിചാരിച്ചു. റിപ്പോ റേറ്റ് കൂട്ടി 8% കൂട്ടി, ഈ പലിശ നിരക്ക് കൂട്ടി. അങ്ങനെയാണെങ്കിൽ സാധാരണഗതി RBI ലോൺ കൊടുക്കുന്നതാണ് പബ്ലിക് സെക്ടർ ബാങ്ക് ഈ നിരക്ക്, ഈ പലിശ നിരക്കിൽ 8% വർദ്ധിപ്പിച്ചാൽ സാധാരണഗതിയിൽ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇത് വാങ്ങുമോ? ആദ്യം ചിലപ്പോൾ എത്രയാണ്? 1000 കോടി മേടിക്കുന്നുണ്ടാവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ പുതുക്കിയ പലിശ നിരക്ക് 8% ആണെങ്കിൽ ഇത്രയധികം ഈ 1000 കോടിക്ക് അപ്പോൾ എത്ര ശതമാനം കൊടുക്കണം? 6% കൊടുക്കേണ്ടിയിരുന്നെടുക്കുക 8% കൊടുക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ത് ചെയ്യും? അതിന് പകരം 800 കോടിയേ മേടിക്കുള്ളൂ. 1000 കോടി മേടിച്ചെടുക്കുന്നു. ഇപ്പോൾ റിവൈസ് ചെയ്തിട്ട് അവർ 800 700 വാങ്ങുള്ളൂ. കാരണം അത്രയധികം പൈസ വർദ്ധിക്കുകയല്ലേ ഇത് വാങ്ങിയാൽ. കാരണം 1000 കോടിക്ക് മേടിച്ച് കഴിഞ്ഞാൽ 8% കൊടുക്കണ്ടേ? പണ്ട് 6 കൊടുത്താൽ മതി. അപ്പം നിരക്കുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക് സെക്ടർ ബാങ്കുകൾ RBI നിന്ന് വാങ്ങുന്ന പൈസയുടെ എമൗണ്ട് കുറക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? 1000 കോടി കിട്ടിയെടുക്കുക 800 കോടി ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കുള്ളൂ. സാധാരണക്കാർക്ക് ആരാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത്? പബ്ലിക് സെക്ടർ ബാങ്കാണ്. പിന്നെ ലോൺ കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കും ക്രമാതീതമായിട്ട് കുറയല്ലേ ചെയ്യുക. ഗ്രാജ്വലി എന്ത് പറ്റും? ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനും എന്ത് പറ്റും? ലോണ് കൊടുക്കാനുള്ള അളവ് അവർക്കും കുറഞ്ഞു, ബാങ്കുകൾക്കും കുറഞ്ഞു. അപ്പം ലോൺ വാല്യൂയും കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റും? ആ ക്രെഡിറ്റ് ഫ്ലോ കുറയും. ഇങ്ങനെയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഈ പറഞ്ഞ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഈ ഇൻഫ്ലേഷൻ കുറക്കുന്നത്. അപ്പോൾ ഓരോരാൾക്കും താഴെയിലെ ഏറ്റവും ലാസ്റ്റ് സെഗ്മെൻറ്റിലെ ആൾക്കാർക്ക്, കൺസ്യൂമേഴ്സ് ആണെങ്കിൽ ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന വോളിയൂം അവരും ഈ ബാങ്കുകളും ഈ പറഞ്ഞ ലോൺ കൊടുക്കുന്നത് കുറക്കും. അങ്ങനെയാണ് മോണിറ്ററി പോളിസി റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് ടൈറ്റനിങ് എന്നാണ് പറയാം. ടൈറ്റനിങ് പോളിസിയാണ് RBIൻ്റെ. ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രോത്തിനെ അത് ബാധിക്കും, ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഗ്രോത്തിനെയും ബാധിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആർട്ടിക്കിളിൽ എന്ത് പറയുന്നത്? ശ്രദ്ധിച്ച് വേണം
അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. കാരണം ഗ്രോത്ത് കളയരുത്. കാരണം പ്രീ കോവിഡ് ലെവൽസിൻ്റെ ആ കോൺഫിഡൻസിലേക്ക് ആൾക്കാർ എത്തിയിട്ടില്ല, ബിസിനസ് എത്തിയിട്ടില്ല, എക്കോണമി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം എന്നതാണ് ഈ പറഞ്ഞ എഡിറ്റോറിയലിൻ്റെ ക്രക്സ്.